റീത്ത സ്കൂളിലെ തലമറക്കൽ വിവാദം നമുക്ക് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. അത് കേരളത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മനസ്സുകൾ തമ്മിൽ അകന്ന് കഴിഞ്ഞു എന്നാണ് ശരിക്കും നമുക്ക് നൽകുന്ന സന്ദേശം. കാരണം ആ കുട്ടിയുടെ തലമറച്ചിരുന്ന് സ്കൂളിൽ പഠിക്കണമെന്ന ആവശ്യത്തെ അവർ മതസൗഹാർദ്ദത്തോടെയല്ല കണ്ടത്, മറിച്ച് നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിലൂടെയാണ് കണ്ടത്. നാളെ അടുത്തുള്ള മുസ്ലിം സഹോദരനോട് പറയാതെ അടുത്തുള്ള ക്രിസ്തീയ വീട്ടിൽ സമൂഹ സദ്യകൾ, കല്യാണ സദ്യകളൊക്കെ നടന്നേക്കാം. തൻ്റെ മുന്നിൽ അപകടത്തിൽ കെട്ട് ജീവിതത്തോട് മരണത്തോട് മല്ലടിക്കുന്ന യുവാവിനെ ക്രിസ്ത്യൻ യുവാവ് സഹായിച്ചില്ല എന്ന് വരാം. സഹായം തേടി വരുന്ന മുസ്ലിം സ്ത്രീ പുരുഷന്മാരെ പള്ളിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളും അവഗണിച്ചേക്കാം. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യമാണ്. നേരെ മറിച്ച് ഇവിടെ മുസ്ലിങ്ങൾ എത്ര പ്രകോപനമുണ്ടായാലും ശരി, അവരുടെ പ്രവാചകൻ്റെ വാചകമാണ് ചിന്തിക്കേണ്ടത്. അടുത്തുള്ള വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അടുത്തുള്ളൊരു മുസ്ലിം വയറ് നിറച്ചുണ്ണുന്നുവെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ആ വാചകമായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടത്. നമുക്ക് ക്രിസ്തീയ സഹോദരനും ഹിന്ദു സഹോദരനും മതമില്ലാത്തവരും ഒരുപോലെ സഹോദരന്മാരാണ്. നമുക്ക് കഴിയുന്ന വിധത്തിൽ അവരെ സഹായിക്കൽ നമുക്ക് നിർബന്ധമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് കിട്ടി എന്നല്ല നോക്കേണ്ടത്, നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സന്ദേശം ഒരിക്കലും ഇസ്ലാം മതസമൂഹം മറക്കാൻ പാടില്ല.